വിനയൻ സാറിന്റെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വിനയൻ സാറിന്റെ കൂടെ വേറെ അത്ഭുത രൂപ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോ ആഗ്രഹം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സംവിധാനത്തെ പോലെ തന്നെ സംവിധാനം നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അഭിനയത്തിൽ എൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ സീരിയസ് ആയ ക്യാരക്ടറുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആളും കൂടിയാണ്. കാരണം എൻ്റെ രൂപവും എൻ്റെ എന്താ പറയുക സൗന്ദര്യത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ആളായിരുന്നിട്ട് പോലും ഇതിന് പറ്റിയ ഒരു നല്ല ക്യാരക്ടർ എന്നെ തേടിയെത്തണം എന്നുള്ള ആഗ്രഹത്തിൽ പരിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഈ സംവിധാനം, അത് ആ ഒരു മോഹം പണ്ടുണ്ടായിരുന്നു? അതോ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി സിനിമയെ കൂടുതൽ സ്നേഹിച്ച് തുടങ്ങിയിട്ടാണ് സംവിധാനത്തിലേക്ക് വന്നത്? സിനിമയെ കൂടുതൽ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ അഭിനയത്തിന് സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കാനിടയിൽ ഇപ്പൊ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്തിടെ ഒരു പുസ്തകം എഴുതിയിരുന്നു, തോന്നിയാക്ഷരങ്ങൾ എന്ന പേരിൽ ഉയരം കുറഞ്ഞവരുടെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടൊരു പുസ്തകം എഴുതി. അപ്പോൾ എഴുത്തിന്റെ മേഖല ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ അനുഭവങ്ങളെയാണ് കൂടുതലും എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. എഴുത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഒരു സിനിമയാക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്. പോർക്കളം ശരിക്കും എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ കണ്ട കാഴ്ചകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ, എൻ്റെ നേരെ ഉണ്ടായ പരിഹാസങ്ങൾ, അല്ലെങ്കിൽ കടന്നുപോയ വഴികളിലുള്ള ഞാൻ പെറുക്കിക്കളഞ്ഞ മുള്ളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു എന്നുള്ള രീതിയിലൊരു സിനിമയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ സംവിധാന രംഗത്തേക്ക് വന്നു. ഷോർട്ട് ഫിലിം ആദ്യം ഒരു സൈക്കിൾ ബെൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, വീട്ടിലെ ഊണ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു വലിയ സിനിമ എന്താ ചെയ്താൽ എന്നുള്ള ഒരാഗ്രഹം തോന്നി, അങ്ങനെ സിനിമ ചെയ്തു.